ഇന്നൊരു മിനി വ്ളോഗാണ്. ഒരു കല്യാണത്തിന് പോവാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടാ ഞാനും ഓപ്പയും മാത്രം. ഈ മാത്രം എന്ന് പറഞ്ഞതിന് ഒരു പ്രത്യേകതയുണ്ട്. അതെന്താന്നല്ലേ, അതുവരെ കല്യാണത്തിന് വരുന്നില്ല അമ്മേ അച്ഛേന്ന് പറഞ്ഞിരുന്ന ആളാണ് കേട്ടാ ഇപ്പൊ റെഡിയായി കാറിൽ വന്നിരിക്കുന്നത്. പോവാൻ നേരത്താണ് അവൻ പറഞ്ഞത് ഞാനും കൂടി വരുന്നുണ്ട് എന്ന്. അപ്പൊ ഇവിടെയാ കല്യാണത്തിന് പോകുന്നതെന്നെല്ലാം പറയാ. ഞങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ കല്യാണ പെണ്ണിനെയും ചെക്കനെയും കാണിച്ചു തരാം. ഇത് നമ്മൾ ഇന്ദ്രൂട്ടനെ പഠിപ്പിക്കുന്ന ടീച്ചറാണ് കേട്ടോ. അതായത് ജിംനാസ്റ്റിക്കിന് ചേർത്തിട്ടുണ്ട് ഇന്ദ്രൂട്ടനെ. അപ്പൊ അത് പഠിപ്പിക്കുന്ന ടീച്ചറാണ്. കല്യാണത്തിന് നല്ല അടിപൊളി സദ്യ ഉണ്ടായിരുന്നു കേട്ടോ. സദ്യ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ദ്രൂട്ടിന് ജീവനാണ്. അങ്ങനെ അതെല്ലാം കഴിച്ച് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് വന്നു. പിന്നെ ഇതാ ഞങ്ങൾക്ക് നീലേശ്വരത്തെ ഒരു പരിപാടി ഉണ്ട് കേട്ടോ. അപ്പൊ ഞങ്ങൾ അതിനു വേണ്ടി പോവേന്ന്. അതിനെന്റെ ഫാമിലിയിലെ ഒട്ടുമിക്ക ആൾക്കാരും ഉണ്ട്. അമ്മു, അമ്മ, രജീഷ്, പുപ്പമാമൻ, അന്തമ്മായി, വിപിനേച്ചി, ഓപ്പ, ഞാൻ, ഇന്ദ്രൂട്ടെ. അങ്ങനെ ഞങ്ങൾ നീലേശ്വരത്ത് എത്തിയട്ടെ. ഇത് ആലിങ്കൽ ശ്രീ ഭദ്രകാളി ക്ഷേത്രമാണ്. അവിടെ ഒന്ന് തൊഴുതിട്ടാണ് ഞങ്ങൾ നേരെ ശൈലച്ചിറ്റേന്റെ വീട്ടിലേക്ക് പോയത് കേട്ടോ. ശൈലച്ചിറ്റ എന്ന് പറഞ്ഞാൽ എന്റെ അമ്മേന്റെ അനിയത്തി കേട്ടാ. ഞാൻ എപ്പോഴും പറയാറില്ല, എന്റെ അമ്മക്ക് കുറെ അനിയത്തിമാരും ആങ്ങളമാരും മേച്ചി എല്ലാം ഉണ്ട്. അവരിൽ ഒട്ടുമിക്ക ആൾക്കാരും നീലേശ്വരത്ത് തന്നെയാണ് കേട്ടാ താമസം. വലിയൊരു ഫാമിലിയിലാണ് എന്റെ അമ്മ ജനിച്ചത് കേട്ടാ. അപ്പൊ ഇതാ സന്ദേശി സബിയോപ്പയും എത്തിയിട്ടുണ്ട് കേട്ടാ. ഞാൻ പറഞ്ഞിട്ടില്ലേ എന്റെ അമ്മേന്റെ ഒരു ആങ്ങളയായിട്ട് വരും സബിയോപ്പാന്ന്. അപ്പൊ നമുക്ക് എന്ത് പരിപാടി ഉണ്ടെങ്കിലും സബിയോപ്പക്കും ഉണ്ടാവും. സബിയോപ്പ വരുമ്പോ സന്ദേശിയും വരും കേട്ടാ. അപ്പൊ ഞങ്ങൾ എല്ലാവരും കൂടി ചിറ്റേന്റെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. ചിറ്റി ഇതാ നല്ല അടിപൊളി കടിയെല്ലാം വാങ്ങിക്കൊണ്ടിട്ടുണ്ട് കേട്ടാ. ഇത് 1 രൂപയാ 2 രൂപയാറ്റേ ഉള്ളൂ കേട്ടോ ഈ കടിക്ക്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും വയറ് നിറച്ച് കഴിച്ച് പിന്നെ ഞങ്ങൾ ഇതാ നേരെ പോയത് കടപ്പുറത്തേക്കാണ്. ഇതാ എന്റെ കൂടെ നടക്കുന്ന ഈ റോസ് ചുരിദാർ ഇട്ടതാണ് മിന്നു കേട്ടാ. ഇതെന്റെ ശൈലച്ചിറ്റേന്റെ മോളാണ്. എല്ലാവരും എന്റെ ചിറ്റേന്റെ മക്കൾ തന്നെയാണ്. സൂചിച്ചിറ്റേന്റെ രേഞ്ചിറ്റേന്റെ എല്ലാം മക്കൾ തന്നെയാണ്. അതെല്ലാം എന്റെ അനിയത്തിമാര്. ഇന്ന് മിന്നുവിന്റെ ബർത്ത്ഡേ ആണ് കേട്ടോ. അപ്പൊ ഒരു വെറൈറ്റിക്ക് വേണ്ടി കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടി കടപ്പുറത്ത് പോകാൻ വേണ്ടി അവർ തീരുമാനിച്ചിരിക്കുകയായിരുന്നു. അപ്പൊ ഞങ്ങളും കൂടി അവിടെ എത്തിയപ്പോൾ അവർക്ക് ഒരുപാട് സന്തോഷമായി. എത്ര തന്നെ പറഞ്ഞാലും നമ്മുടെ ഫാമിലി, നമ്മളെ കുടുംബക്കാരി, അവരോടൊപ്പമുള്ള ചെറിയ നിമിഷങ്ങൾ പോലും നമുക്ക് ഭയങ്കര സന്തോഷം തരുന്ന നിമിഷങ്ങളായിരിക്കും അല്ലെ. അപ്പൊ ഇവര് മാത്രമല്ല കേട്ടാ, വേറെയും കുറെ ആൾക്കാരുണ്ട്. എല്ലാവരും കൂടി കഴിഞ്ഞാൽ പിന്നെ നല്ലൊരു വൈബ് തന്നെയാണ് കേട്ടാ. ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള മൊമെന്റ് ആയിരിക്കും എല്ലാം. പിന്നെ എന്റെ അച്ഛന്റെ ഫാമിലിനെ കുറിച്ച് അധികവും വീഡിയോയിൽ ചോദിക്കാറുണ്ട്. അവരെ ഒന്നും വീഡിയോയിൽ ഇതുവരെ കാണിച്ചിട്ടില്ലല്ല എന്നെല്ലാം പറയാറുണ്ട്. അതെല്ലാം വലിയൊരു സ്റ്റോറിയാണ്. അത് പിന്നെ ഒരു വീഡിയോയിൽ പറയാട്ടാ. ഞങ്ങൾക്ക് എപ്പോഴും ഞങ്ങളെ കൂടെ ഉണ്ടായിരുന്നത്, കുട്ടിക്കാലത്തായാലും ഇപ്പോഴായാലും ഞങ്ങളെ സന്തോഷത്തിലും സങ്കടത്തിലും എല്ലാം കൂടെ ഉണ്ടായിരുന്നത് ഞങ്ങളെ അമ്മേന്റെ ആൾക്കാരാണ്. ഇവരെന്നെയാണ് ഞങ്ങളെ കൂടെ ഇപ്പോഴും ഉള്ളത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷം. അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം കേട്ടാ.